പൊന്മാൻ നമ്മുടെ ബേസിൽ ജോസഫ് നായകനായ പുതിയ സിനിമ ഇന്നലെ തിയേറ്ററുകളിലെത്തി. നമുക്ക് FDS മിസ്സായി. ഞാൻ ഇന്നലെ രാത്രി സെക്കൻഡ് ഷോ ആണ് കണ്ടത്, 9:45. അതുകൊണ്ട് തന്നെ ഇന്നലെ റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം രാവിലെ നമ്മൾ ഇപ്പോഴാണ് റിവ്യൂ ചെയ്യണത്. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ കിഡിലും പടം. എനിക്ക് ഒറ്റ വാക്കിൽ സിമ്പിളായിട്ട് ഞാൻ പറയാം, കിഡിലും പടം. എനിക്ക് നന്നായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ജ്യോതിഷങ്കറാണ് സംവിധാനം, അജിത്ത് വിനായകയുടെ പ്രൊഡക്ഷൻ, ബേസിലാണ് നായകൻ, അതുപോലെ തന്നെ നമ്മുടെ സജിൻ ഗോപു ഇവരൊക്കെ ചിത്രത്തിനായിട്ടുണ്ട്. ഈ പടത്തിനെ പറ്റി നമുക്ക് ആദ്യം എടുത്തു പറയേണ്ട കാര്യം, ഈ സിനിമയുടെ പേര് പൊന്മാനാണ്. അത് നിങ്ങൾ ഈ സിനിമ ടൈറ്റിൽ ആദ്യം കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നൊരു സാധനമല്ല നമ്മൾ സിനിമയിൽ കാണുക. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഫ്രഷ് സാധനം. അതാണ് എടുത്തു പറയേണ്ടത്. ഞാൻ ഇതുവരെ ഇങ്ങനൊരു സ്റ്റോറി അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നൊക്കെ ഈ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ അറിയണത്. ഈ ഒരു സംഭവം ഞാൻ ഒറ്റ പടത്തിലും കണ്ടിട്ടില്ല കേട്ടോ. മലയാള സിനിമയിലെന്നല്ല, ഞാൻ വേറെ ഒറ്റ സിനിമയിലും ഈ ഒരു കഥ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും ഇങ്ങനൊരു സംഭവം ശരിക്കും നടക്കുന്നുണ്ട് തെക്കൻ കേരളത്തിൽ. ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഇതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞു കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സംഭവമാണ് ഇത്. അത് സിനിമയിൽ അത് നല്ല വൃത്തിയിലുള്ളൊരു അവതരണം, അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിലിൻ്റെ ക്യാരക്ടർ അടിപൊളിയുണ്ട്. ബേസിലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എനിക്കിതാ. ഇതിലെ ബേസിൽ ചെയ്ത അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ കിഡിലും ക്യാരക്ടറായിരുന്നു. ആ ഭയങ്കര രസമായിട്ട് ഇത് ബേസിൽ അത് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി ആ ക്യാരക്ടർ. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ആ ക്യാരക്ടറിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും, നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവും. ആ ക്യാരക്ടറിൻ്റെ സാഹചര്യം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് അത് നിങ്ങൾക്ക് ഞാൻ കഥയിലോട്ട് ഭയങ്കരമായിട്ട് ഞാൻ കിടക്കുന്നില്ല, സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബേസിൽ അടിപൊളിയുണ്ട്. പിന്നെ നമ്മുടെ അംബാൻ സച്ചിൻ ഗോപു, എന്താടാ നിനക്ക് മാസമാണോ വേണ്ടത്? നമ്മുടെ അംബാൻ തകർത്തോടാ. സച്ചിൻ ഗോപു അടിപൊളിയുണ്ട്. പുള്ളിക്ക് കിട്ടിയ റോളും സൂപ്പർ റോളാണ്. പുള്ളിക്ക് നെഗറ്റീവ് റോളാണ്. സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ നമുക്ക് പുള്ളിനെ കാണുമ്പോൾ തന്നെ പേടിയും. നമ്മുടെ സച്ചിൻ ഗോപു അംബാനെ പുള്ളിനെ ഇതിൽ കാണുമ്പോൾ നമുക്ക് പേടിയും. കാരണം ജാതി ബോഡി, നല്ല കട്ടി മീശി, ഉണ്ട കണ്ണും, ഒരു ടെറർ നോട്ടം കാര്യങ്ങളൊക്കെയാണ്. ആ ക്യാരക്ടർ പുള്ളി അടിപൊളിയായിട്ട് തന്നെ സച്ചിൻ ഗോപു ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ റോളും അടിപൊളിയായിട്ട്. പിന്നെ ബേസിൽ പിന്നെ എല്ലാവരും ക്യാരക്ടേഴ്സ് എല്ലാവരും അടിപൊളിയുണ്ട്. പിന്നെ ലിജിമോള്, അവരുടെ ഫാമിലിയും ക്യാരക്ടേഴ്സ്, ആങ്ങളായിട്ട് അഭിനയിച്ച ആള്, അമ്മ, എല്ലാവരും അടിപൊളിയുണ്ട്. മൊത്തത്തിൽ അത്യാവശ്യം നല്ല ഇതുവരെ കാണാത്തൊരു ഫ്രഷ് കൺസെപ്റ്റായിട്ട് വന്നൊരു കിഡിലും പടം. നല്ല രീതിയിൽ എൻഗേജിങ് ആയിരുന്നു. എനിക്ക് നല്ലൊരു എൻഗേജിങ്. ഞാൻ സ്ക്രീനിൽ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു ഈ സിനിമ. ഇതൊരു ത്രില്ലർ പടം അങ്ങനത്തെ ടൈപ്പ് സിനിമ ഒന്നല്ല കേട്ടോ. ഒരു ത്രില്ലറോ കാര്യങ്ങളൊന്നും അല്ലാഞ്ഞിട്ട് പോലും ഞാനിങ്ങനെ ഫസ്റ്റ് ഹാഫിനേക്കാൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫായിരുന്നു. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടമായി, പക്ഷെ സെക്കൻഡ് ഹാഫ് എനിക്ക് അതിനേക്കാളും ഇഷ്ടമായി. ഞാൻ സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ കണ്ടു. ഞാൻ സാധാരണ ത്രില്ലർ പടങ്ങളൊക്കെയാണ് ഇതുപോലെ സ്ക്രീനിലേക്ക് ഇങ്ങനെ കണ്ണ് തെറ്റാണ് ഇങ്ങനെ നോക്കിയിരുന്ന് കാണുന്നത്. പക്ഷെ ഞാൻ ഈ സിനിമ നല്ല രസമായിട്ട് ഞാൻ കണ്ടിരുന്നു. ക്ലൈമാക്സൊക്കെ പൊളി, തീ ക്ലൈമാക്സ്. പിന്നെ നല്ല ഫിനിഷിങ്, പടത്തിൻ്റെ എൻഡിങ് ഉണ്ട്. ക്ലൈമാക്സിൽ പടത്തിൻ്റെ ആ ഒരു ഫിനിഷിങ്, ആ എൻഡിങ്ങിൽ വരുന്ന ഒരു മ്യൂസിക് ഉണ്ട്, ഒരു പാട്ട്, ഭയങ്കര ഫീൽ. അതിലൊരു ഡയലോഗ് ഉണ്ട് ആ സീനിൽ. അത് ഞാൻ പടങ്ങൾ അത് സിനിമയുടെ ഉള്ളിലോട്ട് കിടക്കണം പോലെ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് ആ ബേസിൻ്റെ ഒരു ഡയലോഗ്, അതിന് ശേഷം ഒരു ഫ്രെയിം ഉണ്ട്, ഒരു പുഴയിൽ വഞ്ചിയിൽ പോണ. അപ്പോൾ ഒരു പടത്തിൻ്റെ എൻഡിങ്ങിൽ ഒരു മ്യൂസിക് വരും. അതൊക്കെ ശരിക്കും നമുക്ക് മനസ്സെന്നറിയാം കാണുമ്പോൾ. മൊത്തത്തിൽ എല്ലാം കൊണ്ടും അടിപൊളി പടം, നല്ല ഫ്രഷ് കൺസെപ്റ്റ്, ഒരു പുതുമ ഫീൽ ചെയ്തൊരു സിനിമ. പെർഫോമൻസ് ബേസിൽ സച്ചിൻ ഗോപു എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബേസിലെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് അത് ഞാൻ എടുത്തു പറയാം. ബേസിൽ പൊളിച്ചുണ്ട് ഈ പടത്തിൽ. കാരണം പുള്ളിയുടെ ഒരു സ്ഥിരം ശൈലി റോള് അങ്ങനെ അല്ല ഇതില്ല. കാരണം ഈ ഒരു ക്യാരക്ടർ, അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് ബേസിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്ത് നമുക്ക് ഇമോഷണലി കണക്റ്റ് ആകും. എല്ലാം കൊണ്ടും ബേസിലും അടിപൊളിയുണ്ട്. മൊത്തത്തിൽ ഒരു കിഡിലും പടം. ഞാൻ പറയും തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ് ഈ സിനിമ. മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ ഈ പടം. പറ്റുന്നവർ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ കണ്ടു. എന്തായാലും പൈസ പോയെന്ന് തോന്നില്ലേ, നമുക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സിനിമയുണ്ട്, പൊന്മാൻ. എന്തായാലും അറിഞ്ഞിട്ട പേരെന്നെ.